അല്ലാഹുവിന്റെ നിയന്ത്രണമാണ്. എന്നാ ചിലര് പറഞ്ഞു അതിങ്ങനെ മൊബൈൽ ഏൽപ്പിച്ചു കൊടുത്ത മാതിരി അള്ള മുൻകൂറായി ഏൽപ്പിച്ചു കൊടുത്തതാണ്. അത് പേരോടുസ് പറഞ്ഞു അങ്ങനെയല്ല, അള്ളാഹു താല അവന്റെ ഖൗലിയാക്കൾക്ക് ആവശ്യാനുസരണം ആ പവർ കൊടുക്കുകയാണ്. അപ്പൊ ഹുസൈൻ സലഫി ഭയങ്കര ആവേശത്തിൽ പറയണ, ഓ ഇപ്പൊ പേരോട് മാറി. എവിടെ മാറി എങ്ങായി? മുമ്പ് എന്തായിരുന്നു പേരോട് ഉസ്താദ് പറഞ്ഞത്? എന്തായിരുന്നു സുന്നിയാള് പറഞ്ഞത്? ഇത് മഹാനായ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്താ ഞങ്ങളെയൊക്കെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഉസ്താദ് ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദ് പഠിപ്പിച്ചത് എന്താണ്? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ തൗഹീദ് എന്ന പുസ്തകത്തിൽ പേരോട് ഉസ്താദ് എന്താണ് ഒപ്പ പറയുന്നത് അത് അപ്പ പറയാണ്. അതന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ അറിവും ഉദ്ദേശവും അനുമതിയും കൂടാതെ മറ്റാർക്കും ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ആയ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നതല്ല. ഇതാണ് ഞങ്ങളെ തൗഹീദ്. വഹാബികൾ പറഞ്ഞു ഭൗതികമായ ഉപകാര ഉപദ്രവമൊക്കെ ഡോക്ടർക്കും അതുപോലെ തന്നെ കള്ളനും കുമാരനും അബൂബക്കറിനൊക്കെ വയ്ക്കുന്നതാണ്. നമ്മൾ പറയുന്നത് ഒരു കഴിവില്ല ആർക്കും. ഇത് നെല്ലിക്കുത്ത് ഉസ്താദ് പറഞ്ഞിട്ട് പറയണേ, എന്താണ് പറയണത്? മറ്റൊരു ശക്തിക്കും അവന്റെ മേൽ ആക്രമണം നടത്താനോ സമ്മർദ്ദം ചെലുത്തുവാനോ സാധ്യമല്ല യാതൊന്നിനും. ഇതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അവൻ കഴിവുകൾ വിട്ടുകൊടുക്കുകയോ അഡ്വാൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. അള്ളാഹു കൊടുത്ത നിയന്ത്രണങ്ങൾ അവർ നടത്തുന്നുണ്ട്, പക്ഷെ തീരെഴുതി കൊടുത്തിട്ടില്ല. എല്ലാം അള്ളാഹു മനുഷ്യന് സൃഷ്ടികൾക്ക് കൊടുക്കുന്ന അതാതു സമയങ്ങളിലെ കഴിവാണ്. ഇത് പേരോട് ഉസ്താദല്ല, പേരോട് ഉസ്താദിന്റെ ഉസ്താദ് ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഉസ്താദും പറഞ്ഞിരിക്കണേ. എന്നാൽ വഹാബി മൗലവിക്ക് ഇതൊക്കെ നാദാപുരത്തിന്റെ ശേഷം ഉണ്ടായ മാറ്റാന്ന് പറയാനുള്ളൊരു പൂതി കൊണ്ട് പറയണേ. എന്നാ എന്തായിരുന്നു പണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞ